ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. നല്ല എളുപ്പത്തിൽ മൈദ വെച്ച് ചെയ്യാൻ പറ്റുന്ന മൈദ ബർഫി. ആദ്യം ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ 1/2 കപ്പ്, 1/4 കപ്പ് നെയ്യ്, 1 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇനി ഫുഡ് കളർ, ഇത് ഓപ്ഷണലാണ്. ഇനി 1/4 കപ്പ് വെള്ളം. ആദ്യം നമുക്ക് മൈദ മാവിനെ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മൈദ മാവിൻ്റെ സ്മെല്ലൊക്കെ മാറി നല്ലൊരു മണം വരുന്നവരെ ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറ് മാറാൻ പാടില്ല. ജസ്റ്റ് ഇതിൻ്റെ സ്മെല്ലൊക്കെ മാറി നല്ലൊരു മണം വന്നതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബർഫി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് മൈദ മാവിന് 1/4 കപ്പ് മുതൽ 1 കപ്പ് പഞ്ചസാര വരെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് അല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത് ടോട്ടലി ഓപ്ഷണലാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സ്വീറ്റ് റെസിപ്പിക്ക് നമുക്ക് വേണ്ടത് ഒരു നൂൽ പരുവമാണ്, അതായത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഷുഗർ സിറപ്പ് നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ നൂല് പോലെ വരും. ഇതാണ് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി. അപ്പോൾ ഈ ഒരു സ്റ്റേജ് റീച്ച് ആയത് നമ്മളിതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദ മാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ജസ്റ്റ് 1 മിനിറ്റ് മാത്രം നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തതിന് ശേഷം ഉടൻ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ കൺസിസ്റ്റൻസിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം. ഇത് തിക്കാവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഞാൻ സ്റ്റവൊക്കെ ഓഫ് ചെയ്ത് പാന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു 6-7 മിനിറ്റ് കൈയെടുക്കാതെ നമ്മളിതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് കാണുമ്പോൾ വെള്ളം പോലെ ലൂസായിട്ട് തോന്നുമെങ്കിലും ഓരോ മിനിറ്റ് കഴിയും തോറും ഇത് തിക്കായിക്കൊണ്ടേ ഇരിക്കും. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ മിക്സ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഓയിൽ ഗ്രീസ് ചെയ്ത ഒരു പ്ലേറ്റ് നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കണം. കാരണം ഇത് കുറച്ച് തിക്കായതും നമ്മൾ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇത് കുറച്ചും കൂടി തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇത് തിക്കാവും തോറും നമുക്കിത് മിക്സ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് വന്നതും നമ്മൾ പെട്ടെന്ന് തന്നെ ഓയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേറ്റിലേക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് ബർഫി ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. ഗ്രീസ്ഡ് ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മളൊരു സ്പൂൺ വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെച്ചിട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി ഇത് ചെറുതായിട്ടൊരു ചൂടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മറിച്ചിടാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മൈദ ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.